ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. ആരെന്നല്ലേ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞത് ഗുഡ് ബൈ പറയാൻ പോകുന്നത് ഫ്രഷ് കട്ട് എന്ന കോഴിക്കോട്ടെ വിവാദ അറവ് മാലിന്യ സംസ്കരണ കമ്പനിയാണ്. ഗുഡ് ബൈ പറയാൻ പോവുകയാണ് ആ സ്ഥലത്തോട്ട്. ഇനി അവർ ഒരു വിവാദത്തിനില്ല എന്നാണ്. അപ്പോൾ റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. കോഴിക്കോട്ടെ വിവാദ അറവ് മാലിന്യ സംസ്കരണ കമ്പനി ഫ്രഷ് കട്ട് പൂട്ടും. മാർച്ച് മാസം വരെ മാത്രമായിരിക്കും കമ്പനി ഇപ്പോഴുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുക. സർക്കാർ കണ്ടെത്തുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഫാക്ടറി മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ സമരസമിതിയുമായി ഫാക്ടറി ഉടമകൾ കരാറിൽ എത്തി. സമരക്കാർക്കെതിരായ കേസുകളും പിൻവലിക്കും. PK ഫിറോസ് MLA ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി അവിട്ടം. എന്തായാലും ഫ്രഷ് കട്ടിൻ്റെ കാര്യത്തിൽ ഒരു സമവായമായി എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യം. നാട്ടുകാരും കമ്പനിയും ഒരു ഒത്തുതീർപ്പിലെത്തിയല്ലേ? MLAയുടെ ഇടപെടൽ വിജയം കണ്ടു എന്ന് പറയാം അല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായും UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കലായിരുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ കോടതി എടുത്ത് കളഞ്ഞു. പക്ഷേ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ശേഷം പ്രവർത്തനാനുമതി കൊടുത്തിട്ടും അവിടെ ഫാക്ടറി തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. സർക്കാരുമായി സഹകരിച്ച് ജനപ്രതിനിധികളും സമരക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് ഫാക്ടറി ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയും PK ഫിറോസും അവിടുത്തെ തിരുവമ്പാടി MLA CK കാസിമും ഒക്കെ കൂടി ചേർന്ന് ആദ്യം ഒരു യോഗം നടന്നു. ആദ്യഘട്ട യോഗത്തിന് ശേഷം അതിൽ ചുമതലപ്പെടുത്തിയ PK ഫിറോസ് സമരസമിതിയുമായി രണ്ടാം ഘട്ടത്തിൽ ചർച്ച നടത്തി. ആ സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുള്ളത്. വരുന്ന മാർച്ച് മാസം വരെ മാത്രം ഫാക്ടറി ഇപ്പോഴുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുക. അതിനിടയിൽ മറ്റൊരു സ്ഥലം, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയെങ്കിലും കണ്ടെത്തി കൊടുക്കുക. ആ ഏരിയയിലേക്ക് ഫാക്ടറി മാറ്റാൻ തയ്യാറാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന കട്ടിപ്പാറ പഞ്ചായത്തിലുള്ള സ്ഥലത്ത് അവിടെ പ്രവർത്തിക്കുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫാക്ടറി പൂട്ടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇതുവരെ ഫാക്ടറി ഉടമകൾ അതിന് തയ്യാറായിരുന്നില്ല. അവർ കോടതിയിൽ, സർക്കാർ തീരുമാനത്തിനെതിരെ ഒക്കെ കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോയതായിരുന്നു. കോടതിയിൽ മറ്റെല്ലാം അനുകൂലമായ സാഹചര്യത്തിൽ കോടതിയും ഫാക്ടറിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ആ കോടതി ഉത്തരവിന് അപ്പുറത്തേക്ക് ജനങ്ങളുമായി, സമരക്കാരുമായി ചേർന്ന് ഒരു സമവായത്തിലെത്താൻ ഉടമകൾ തീരുമാനിക്കുന്നു. അതിനുശേഷം PK ഫിറോസ് MLA വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അവിടെ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കില്ല എന്നുള്ളത്. ആ നിലപാടും സമരക്കാരുമായി ചേർന്ന് പോകുന്ന നിലപാടും കൂടി ഒരു സമവായത്തിലെത്തുന്നു. വരുന്ന മാർച്ച് വരെ മാത്രം ഫാക്ടറി പ്രവർത്തിപ്പിക്കും. അതും വളരെ പരിമിതമായ, നിയന്ത്രിതമായ അളവിൽ പ്രവർത്തിപ്പിക്കും. അതിനുശേഷം ഫാക്ടറി പൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എങ്ങനെ കോഴിക്കോട്ടൊക്കെ ഓണാഘോഷം കൊടിയിറങ്ങിയോ? ഇന്നിപ്പോൾ മൂന്നാം ഓണം, അവിട്ട ദിനത്തിലും ഓണാഘോഷത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ ഉണ്ടോ? സാധാരണ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നലത്തെ സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും പുളിശ്ശേരിയുടെയും ഒക്കെ ഒരു വ്യത്യസ്തമായ കോമ്പിനേഷൻ കറികൾ പല വീടുകളിലും ഇന്ന് രൂപപ്പെടാറുണ്ട്. അല്ലല്ല, കോഴിക്കോട്ട്, എനിക്ക് മലബാറിലൊക്കെ പ്രത്യേകിച്ച് ഈ വിരുന്നുകാരൊക്കെ വീട്ടിലെത്തുന്ന ദിവസമാണ് ശരിക്കും ഓണത്തിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ സിസ്റ്ററൊക്കെ വരും, അതേപോലെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസം നമ്മൾ തലേ ദിവസം സാധനം കൊടുക്കാറില്ല. കുറച്ചുകൂടി നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ്, ചിക്കനൊക്കെ കൂട്ടിയുള്ള കുറച്ചുകൂടി നല്ലൊരു ഈ സദ്യ അല്ലാത്ത മറ്റ് ഐറ്റംസ് ഒക്കെ ചേർത്തുള്ള ഭക്ഷണമായിരിക്കും ഈ ഓണത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അതോടൊപ്പം ഈ ആളുകളൊക്കെ ഈ ഓണത്തിൻ്റെ അന്ന് എല്ലാവരും വീട്ടിൽ കൂടുമ്പോൾ പുറത്തിറങ്ങും. അപ്പോൾ ബീച്ചിലേക്കാണെങ്കിലും ഇതേപോലത്തെ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊക്കെ ഇറങ്ങി ആളുകൾ ഫാമിലിയായിട്ട് ഇറങ്ങുന്ന ദിവസം ഓണപ്പിറ്റേന്നാണ്. അപ്പോൾ ഓണത്തിനേക്കാൾ ആഘോഷം ഓണപ്പിറ്റേന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ.